Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 കളർ പേപ്പേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഈ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനെ 4 പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 പീസസ് അല്ല കേട്ടോ, 8 പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഷീറ്റ് പേപ്പർ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേപ്പർ ട്യൂബ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ഇറുക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 8 പേപ്പർ ട്യൂബ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് സെയിം ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ പേപ്പർ ട്യൂബ്സിൻ്റെ 2 എൻഡിൽ നിന്നും കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ സെയിം ലെങ്ത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഈക്വൽ ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു കളർ പേപ്പർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുട്ടി കുട്ടി സർക്കിൾസ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 സെൻറ്റിമീറ്ററിലുള്ള സർക്കിൾസാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 3 സെൻറ്റിമീറ്ററിലുള്ള 4 സർക്കിൾസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 4 എണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പെറ്റൽസ് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഓരോ പീസസ് എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 പെറ്റൽസും ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ 4 എണ്ണം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേറൊരു കളർ പേപ്പർ എടുക്കണം. ഇതും നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സർക്കിൾസ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ആ ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ നിന്ന് 3 സെൻറ്റിമീറ്ററിലുള്ള സർക്കിളാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2 സെൻറ്റിമീറ്ററിലുള്ളത് എടുക്കാം കേട്ടോ. ഇപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ പീസസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ടുള്ള പെറ്റൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഓറഞ്ച് കളർ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു യെല്ലോ കളർ പേപ്പർ ഉണ്ടല്ലോ അത് നമുക്ക് അതിനുള്ളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ 4 ഫ്ലവേഴ്സ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ കാണാനായിട്ട് എന്തോ ഒരു ഭംഗിക്കുറവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഇക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുട്ടി ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പെയിൻറ്റിൻ്റെ കളറും നമ്മൾ ഏത് കളറിലെ പേപ്പറാണോ എടുത്തിട്ടുള്ളത് അതിനോട് യോജിച്ച് പോകുന്ന രീതിയിലുള്ളത് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഗ്രീൻ കളറായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രീൻ കളർ ഇക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കളർ പേപ്പർ എടുക്കാം.
അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 4 സ്ക്വയർ പീസസ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ പീസസും ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 4 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു നൂൽക്കമ്പി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ പീസ് ഉണ്ടല്ലോ അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കമ്പി കൊണ്ട് ടൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ നിന്നായിട്ട് കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള പേപ്പർ ട്യൂബ്സ് ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ 2 പേപ്പർ ട്യൂബ്സ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഇതിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ 4 സൈഡിലും ഓരോ ഫ്ലവേഴ്സും പിന്നെ ഓരോ ലീഫും വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.